ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ലേ? അപ്പോൾ എനിക്ക് മാത്രം അത് നിഷേധിക്കപ്പെടുന്നത് ശരിയല്ലല്ലോ. മേയറൊക്കെ ജോലി ചെയ്യില്ലേ, കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ജോലി ചെയ്യല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞിട്ടുമില്ല, കുറ്റക്കാരനാണെന്ന് ഒരിതുമില്ല. പക്ഷേ എന്നാലും ഞാൻ പുറത്താണ്. ഒന്നേം തിരിച്ചെടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു വിടുക, അതാണ് ഉദ്ദേശം. ചോദിക്കട്ടെ, കോൺടാക്ട് നമ്പറും അഡ്രസ്സും സഹിതം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കൊക്കെ എല്ലാവർക്കും ജോലിയുണ്ട്, അതുകൊണ്ട് അവർ ഉദാസീനത കാണിക്കുന്നതാണ്. പാവപ്പെട്ടവൻ്റെ ബുദ്ധിമുട്ട് അവർക്കറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും. പണവും പൈസയുള്ളവർക്ക് എന്താവും എന്നുള്ള രീതിയിലാണ്. നമസ്കാരം. നടു റോഡിൽ KSRTC ഡ്രൈവർ യദുവും അതുകൂടാതെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് KSRTC താൽക്കാലിക ജീവനക്കാരനായിരുന്ന യദുവിനെ KSRTCയിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു, ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. ഏകദേശം ഇപ്പോൾ 6 മാസം പിന്നിടാൻ പോവുകയാണ്. അദ്ദേഹത്തിന് ജോലി പോലുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ യദു ഇപ്പോൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് ഇപ്പോൾ അദ്ദേഹത്തെ ജോലിയിൽ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പരാതിയുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ പരാതി മന്ത്രിക്ക് നൽകുകയാണ്. ഇപ്പോൾ മന്ത്രിക്ക് ഗണേഷ് കുമാറിന് പരാതി കൊടുത്തു. പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം കൊണ്ട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്തു. ജോലിക്ക് തിരിച്ചെടുക്കണമെന്ന് മാത്രം പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ഒന്നേ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാണ് എൻ്റെ ഉദ്ദേശം. ഒന്നേം തിരിച്ചെടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു വിടുക, അതാണ് ഉദ്ദേശം. ചോദിക്കട്ടെ, കോൺടാക്ട് നമ്പറും അഡ്രസ്സും സഹിതം വെച്ചിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള ജീവിത സാഹചര്യം എന്താണ് അവസ്ഥ? ജീവിത സാഹചര്യം, ഒരാൾക്ക് ജോലിയില്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത്? നിങ്ങൾക്കായാലും ജോലിയില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അതെല്ലാവരെ പോലെ തന്നെ എന്നെ ബാധിക്കുന്നു, നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ എല്ലാവർക്കും ജോലിയുണ്ട്, അതുകൊണ്ട് അവർ ഉദാസീനത കാണിക്കുന്നതാണ്. പാവപ്പെട്ടവൻ്റെ ബുദ്ധിമുട്ട് അവർക്കറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും. പണവും പൈസയുള്ളവർക്ക് എന്താവും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇന്ന് കോടതിയിൽ കേസും കൂടെ ആയിരുന്നു, മാറ്റി വെച്ചു. 10/10 വച്ചൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്നും കോടതിയും കേസുമായിട്ട് നടക്കുന്ന, ആരും എനിക്ക് പൈസ സഹായം ചെയ്യണമെന്നല്ല പറയുന്നത്. എന്നാലും നമ്മുടെ ഈ ബുദ്ധിമുട്ടറിയാമല്ലോ. പൈസ വേണമെന്ന് പല പാർട്ടിക്കാരും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇവൻ പൈസ പിരിവും കാര്യങ്ങളും വേണമെന്ന്. ഞാൻ ആരെയൊന്നും ഇതുവരെയും പൈസ പിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അറിഞ്ഞു തരുന്നവർ തരുന്നുണ്ട്, എൻ്റെ ആ നമ്പർ അറിയാന്നുള്ള അക്കൗണ്ട് ഗൂഗിൾ പേ വഴി ചെയ്യുന്നുണ്ട്. അല്ലാതെ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വേറെ ആൾക്കാർ പിരിക്കുന്നത് എൻ്റെ തെറ്റല്ല. അത് ഞാൻ കൊടുക്കരുതെന്നാണ് പറയുന്നത്. എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആർക്കും കൊടുക്കരുത്. മറ്റെന്തെങ്കിലും ജോലിക്ക് പോയിരുന്നോ പിന്നീട്? മറ്റുള്ള ജോലിക്ക് എങ്ങനെ പോകുന്നത്? ഇതിൽ നിന്ന് പറഞ്ഞു വിടാൻ ബോണ്ട് വെച്ച് 10,000 രൂപ ബോണ്ട് വെച്ച് കയറിയിട്ടേ ഒന്നീ ഇതിൽ നിന്ന് പറഞ്ഞു വിടണ്ടേ, നല്ലത് നമുക്ക് വേറെ ജോലിക്ക് പോകാം. തിരിച്ചെടുക്കുകയില്ല. മേയറൊക്കെ ജോലി ചെയ്യില്ലേ, കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ജോലി ചെയ്യില്ലേ. അപ്പോൾ ഞാൻ ഇതിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞിട്ടുമില്ല, കുറ്റക്കാരനാണെന്ന് ഒരിതുമില്ല. പക്ഷേ എന്നാലും ഞാൻ പുറത്താണ്. ഇപ്പോൾ മാറ്റി നിർത്തപ്പെട്ടിട്ട് എത്ര മാസം? 6 മാസം ആവാൻ പോകണം. 5 മാസം കഴിഞ്ഞു. മന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ജോലിക്ക് കയറാൻ പറ്റും? ഒന്നീ ജോലിയിൽ നിന്ന് മന്ത്രിക്ക് പരാതി കൊടുത്തുകൊണ്ട് ഒന്നീ ജോലിയിൽ കയറാൻ പറയും, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറയും. അത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമല്ലോ. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. നേരിട്ട് കിട്ടാത്തതുകൊണ്ടാണ് സാറ് തീരുമാനം എടുക്കാത്തതെന്ന് പറഞ്ഞു. പരാതി നേരിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് താങ്കളെ ജോലിക്ക് തിരിച്ചെടുക്കാത്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 2 തവണയും സാറിൻ്റെ സ്റ്റാഫിൻ്റെ കയ്യിലാണ് കൊടുത്തത്. സെക്രട്ടറിയുടെ കൊടുത്തത് 2 പ്രാവശ്യം കൊടുത്തത്. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ്. അതിലും പരാമർശിച്ചത് ജോലിയിൽ തിരിച്ചെടുക്കണം, മറ്റാവശ്യങ്ങളൊന്നും. അതെ തന്നെ. അതിൽ ജോലിയിൽ ഒന്നീ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു വിടുക. ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശമെങ്കിലും നേടിത്തരണമെന്ന് പറഞ്ഞാണ് കൊടുത്തത്. എല്ലാവർക്കും അവകാശങ്ങളുണ്ടല്ലോ, ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ലേ? അപ്പോൾ എനിക്ക് മാത്രം അത് നിഷേധിക്കപ്പെടുന്നത് ശരിയല്ലല്ലോ. മേയറും മറ്റു കൂട്ടുകാരൊക്കെ ജോലി ചെയ്യില്ലേ? അപ്പോൾ അത് ശരിയല്ലല്ലോ. അതിനെതിരെ സംസാരിച്ചു, നമ്മൾ പ്രതികരിച്ചു തന്നെയാണല്ലോ ഇതെല്ലാം ചെയ്തത്. അവർക്ക് പിടിപാടുണ്ട്, എനിക്ക് പിടിപാടില്ല. സാധാരണപ്പെട്ടവന് ജീവിക്കാൻ നിവൃത്തിയില്ല, അവൻ ജീവിക്കണ്ടെന്നാണ് മേയർ കൂട്ടരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കും ജീവിക്കണ്ടേ, പാവപ്പെട്ടവനും ജീവിക്കണ്ടേ? അത് ആണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്, പാവപ്പെട്ടവൻ്റെ ജീവിക്കാനുള്ള അവകാശം. അതാണ്. ഇന്ന് മന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം മന്ത്രി എന്തെങ്കിലും തിരിച്ചെന്തെങ്കിലും പ്രതികരിച്ചിരുന്നു, എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പരാതി കൊടുത്തതിന് ശേഷം നോക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയി. എന്തായാലും യദുവിനെ ഈ ജോലിയിൽ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മന്ത്രി KB ഗണേഷ് കുമാറിന് അദ്ദേഹം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. യദുവിൻ്റെ ജീവിതം വളരെ ദുസ്സഹമാണ്. അദ്ദേഹത്തിനൊരു മകനുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് മറ്റ് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യവുമാണ് ഉള്ളത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.